നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞെട്ടിയോ രണ്ടാളും? അല്ല, ഗൗതമോൻ എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലായിക്കോളും. രണ്ടുപേരും അകത്തേക്ക് കയറി വാ. നല്ല ഐശ്വര്യമായിട്ട് കേറിക്കോ. വാമ്മ വാടാ. അല്ല, ഇത് ഈശ്വരമംഗലത്ത് വീട്ടുജോലിക്ക് നിന്ന് നിർമ്മലല്ലേ? ഇവരെന്താ മോളെ ഇവിടെ? സത്യത്തില് ഇത് നിർമ്മലാന്റിയുടെ വീടാണമ്മ. ആന്റിക്കിപ്പോ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഞാനും ഗൗതവും ആന്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഗൗതമിനെ വിളിച്ച് നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാനാ ഗൗതം പറഞ്ഞത്. അത് വേണ്ടാന്ന് ഞാൻ വാശി പിടിച്ചപ്പോ ഗൗതം തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കും കൂടി ഒരിടം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വിഷമമൊന്നുമില്ലല്ലോ? വിഷമമില്ലെന്ന് മാത്രല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ വീട്ടില് നിങ്ങൾ വന്ന് നിൽക്കുന്നു എന്നുള്ള ചിന്തയെ വേണ്ട. നിങ്ങളുടെ വീട്ടില് എനിക്കൊരു മുറി തന്നു, അങ്ങനെ കരുതിയാ മതി. ആ സ്വാതന്ത്ര്യം നിങ്ങൾ രണ്ടാക്കും എപ്പോഴും ഇവിടെ ഉപയോഗിക്കാം. അല്ല, നിർമ്മലയുടെ ഏതൊരു മകനെ കാണുന്നില്ലെന്ന് നിധി പറഞ്ഞിരുന്നു. ആ മോനെ കണ്ടു കിട്ടിയോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലേ? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ദയവായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിക്കും. അക്കാര്യത്തിൽ ഇപ്പൊ എനിക്കൊരു വിഷമവുമില്ല. ചന്ദ്രിക പറഞ്ഞതുപോലെ ദൈവമായിട്ട് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആ വഴിയാ ദേ ഈ നിൽക്കുന്ന ഗൗതം മോൻ. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ഗൗതം നോക്കുന്നുണ്ട്. ഒരു മരുമകളെ പോലെ ചന്ദ്രികയുടെ മകൾ നിധിയുണ്ട്. പിന്നെ ഞാനെന്തിനു വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കണം? ഇതെന്താ ഇങ്ങനൊരു ഫോട്ടോ? നിർമ്മലയും ഗൗതമോനും ഒരുമിച്ച് നിൽക്കുന്നത്. എന്തു പറ്റി? അല്ല, നിധി പറഞ്ഞില്ലായിരുന്നോ എന്റെ എല്ലാ കാര്യങ്ങളും ഗൗതമാണ് നോക്കുന്നതെന്ന്? ആ ഒരു കടപ്പാട് എനിക്ക് ഗൗതമിനോടുണ്ട്. ഇത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഗൗതമുമായിട്ടുള്ളൊരു ഫോട്ടോ ഈ വീടിന്റെ ഭിത്തിയിൽ വെക്കണം. വന്ന് കയറിയപ്പോ മുതൽ അമ്മയ്ക്ക് ചോദ്യങ്ങൾ മാത്രമല്ലോ. ഇനിയെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം വൈകുന്നേരം ആവട്ടെ, അപ്പൊ തരാം കേട്ടോ. ഇപ്പോ മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക. നിധി, ആന്റിക്ക് ഇതേ ആ വലിയ മുറി കൊടുക്കാം. നിഖിലേ, നീ ഇതേ ആ മുറി എടുത്തു. വാ ചന്ദ്രി, ഞാൻ മുറി കാണിച്ചു തരാം. ചേച്ചി, ഇത് തീക്കളിയാണ്. എത്ര കാലം അമ്മയോട് സത്യം മറച്ചു വെക്കാൻ പറ്റും? അതൊന്നും കുഴപ്പമില്ലടാ. ആദ്യത്തെ ഒരാകാംക്ഷയിൽ അമ്മ ഓരോന്ന് ചോദിച്ചോന്നേ ഉള്ളൂ. ഇനി അത് അമ്മ എന്നെ കളഞ്ഞോളൂ.